ഗ്രൂപ്പ് സെക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് പെട്ടെന്ന് വർക്ക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെഡ്ഡിംഗ് വർക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൻ്റെ സെക്ഷൻ വരുമല്ലോ. അപ്പം നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ടതിന് ശേഷം കളർ ഗ്രേഡ് ചെയ്യുന്നത് ഓരോ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കത് ചെയ്യേണ്ടി വരുന്നത് കപ്പിൾ അല്ലെങ്കിൽ മെയിൻ ഫാമിലി അല്ലെങ്കിൽ ഔട്ട്ഡോറൊക്കെ എടുത്ത വീഡിയോസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ലാതെ ഈ ഇൻഡോറിലെടുത്ത ഗ്രൂപ്പ് സെക്ഷൻ വരുമ്പോൾ ഒരൊറ്റ ലൈറ്റിങ്ങും ഒറ്റ കളറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് തീരുന്നത് വരെ ഏകദേശം ആ ഒരു സെയിം കളർ തന്നെയായിരിക്കും. ചിലപ്പോഴൊക്കെ ലൈറ്റ് എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ് വരാനേ സാധ്യതയുള്ളൂ. ചില വീഡിയോസിൽ അങ്ങനെ വരാറേയില്ല, വർക്കുകളിൽ അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് സെക്ഷൻ വരുമ്പോൾ ഓരോന്നായിട്ടും കളർ ഗ്രേഡ് ചെയ്യാതെ ഒറ്റ കളർ തന്നെ എല്ലാത്തിലും അപ്ലൈ ആവുന്ന രീതിയിൽ ഞാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് കേട്ടോ. അതിനായിട്ട് വീഡിയോസ് എല്ലാം ടൈം ലൈനിൽ വലിച്ചിട്ടിട്ടുണ്ട്, അടുക്കി പറക്കി വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ എഫക്ട്സിലോട്ട് പോവുക. എഫക്ട്സ് ചെന്നിട്ട് അവിടെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്നും പറഞ്ഞിട്ടൊരു എഫക്റ്റ് അവിടെ കാണാം. അത് വലിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ ടൈം ലൈനിൽ ഈ വീഡിയോസിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്യുക. അത് വലിച്ച് അവിടെ വെച്ചതിന് ശേഷം എവിടം വരെയാണോ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ആ ക്ലിപ്പിൻ്റെ അത്രയും നീളത്തിന് ഇതിനിങ്ങനെ വലിച്ച് നീട്ടാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിപ്പാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അതിന് മുകളിലങ്ങ് വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് കളർ പേജിലോട്ട് പോവുക. ഓക്കെ, കളർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരേ കണക്കത്തെ 2 ക്ലിപ്പുകൾ കാണാം. അതിൽ ഒന്നിൻ്റെ പേര് നോക്കിയേ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പാണ്. ഇനി ഞാൻ ചെറിയൊരു കളർ ഗ്രേഡിങ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിൽ ചെയ്യുവാണേ. ഓക്കെ, ഞാൻ ചെറിയ രീതിയിലൊരു കളർ ഗ്രേഡിങ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല കളർ ഗ്രേഡിങ്. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ചെറിയൊരു കളർ ഗ്രേഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പിലല്ലേ. ഇനി നമ്മൾ എഡിറ്റിംഗ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഈ ഫുള്ള് വീഡിയോസിൻ്റെ മുകളിൽ വലിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ഗ്രേഡിങ് മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ടാവും. ഇനി അത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും അത് തിരിച്ചു വരും. അതിനർത്ഥം എന്താ, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഏതൊക്കെ വീഡിയോസിൻ്റെ മുകളിലുണ്ടോ അവിടെയൊക്കെ ഈ കളർ ഗ്രേഡ് വന്നിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഈ വീഡിയോസിലും അതുകൊണ്ട് ഞങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എല്ലാത്തിലും ഒരുമിച്ച് കളർ ഗ്രേഡ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പ് സെക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് പെട്ടെന്ന് വർക്ക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിപ്പുകൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ടൂൾ കൂടി ഉണ്ട്. അതാണ് ഈ രണ്ടാമത് കാണുന്ന ട്രിം എഡിറ്റ് ടൂൾ. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ കൂടിയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ ഗ്രൂപ്പ് സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് ഇടുന്നതിനേക്കാളും മൊത്തത്തിൽ ടോട്ടലി ഗ്രൂപ്പിങ് സെലക്ട് ചെയ്ത് വലിച്ചിവിടെ ഇട്ടതിന് ശേഷം ഈ ഒരു രണ്ടാമത്തെ ടൂളിൽ T പ്രസ് ചെയ്താൽ മതി. ഈ ഒരു ടൂൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കി ഭാഗം എല്ലാം കൂടി ഇങ്ങോട്ടൊന്ന് ജോയിൻ്റ് ആയിക്കോളും. മനസ്സിലായോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ നീക്കാനായിട്ട് ഈ ഫ്രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യാം. കേട്ടോ, ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ഫ്രണ്ടും കട്ടായി പൊക്കോളും, പക്ഷേ മറ്റേ ക്ലിപ്പ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ എല്ലാ വീഡിയോസിൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ ക്ലിപ്പുകളും ഏതൊരു ക്ലിപ്പ് വേണമെങ്കിലും നമുക്ക് അതേപോലെ ഇങ്ങനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. വീഡിയോസ് വലിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ, ഫ്രണ്ടും ബാക്കും ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്ന ട്രൈപോഡൊക്കെ യൂസ് എടുക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ ഫ്രണ്ടും ബാക്കിലും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പോയിന്റിലും അവസാനത്തെ പോയിന്റിലും കൂടുതലും ഈ അവസാനം കട്ട് ചെയ്യുന്ന ഭാഗത്താണ് വീഡിയോ കുറച്ച് ഷേക്ക് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതലും കട്ടിങ് വരാറുള്ളത്. ചില ആൾക്കാർ എടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ പോലും കാണില്ല, കറക്റ്റ് ഒരു 6-7 സെക്കൻഡ് ആ വീഡിയോ കാണുള്ളൂ. ഗ്രൂപ്പ് അനങ്ങാതെ സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ പാനിങ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും അനങ്ങാതെ എടുത്തു തരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പോലും കാണില്ല, ജസ്റ്റ് വലിച്ചിട്ടങ്ങ് എഡിറ്റ് ചെയ്യാൻ മാത്രമേ കാണുള്ളൂ കേട്ടോ. നമുക്ക് കൂടുതൽ സമയം പോകുന്നൊരു സെക്ഷൻ കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ സെക്ഷൻ. കാരണം ഒരുപാട് കാണും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ഓഫ് സാധനമാണ്. അതിൽ നമ്മൾ ഓരോന്നായിട്ടും ചിലപ്പോൾ നോക്കേണ്ടി വരും. ആദ്യം 2-3 വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ വീഡിയോ ഫുൾ എങ്ങനെയായിരിക്കും എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നതെന്ന്. അപ്പോൾ ട്രൈപോഡൊന്നും യൂസ് ചെയ്യാതൊക്കെ എടുത്ത വീഡിയോസ് ആണെങ്കിൽ ഫുള്ള് നമ്മളിരുന്ന് കണ്ട് കുറേശ്ശെ ഇരുന്ന് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ വേറൊരു മെത്തേഡ് കൂടി ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അത് എപ്പോഴും ഉപയോഗിക്കരുത്, കാരണം വീഡിയോസിൽ അത് എപ്പോഴും സ്ലോ മോഷൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും ഉപയോഗിക്കരുത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ടൈം ലൈനിലേക്ക് ഫുള്ള് വീഡിയോ വലിച്ചിട്ടെന്ന് വിചാരിക്കാം.
നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും അവസാനം കട്ട് ചെയ്യുന്ന സമയത്താണ് ഷേക്ക് കൂടുതലായിട്ട് വരാറുള്ളത്. അങ്ങനെ ആ ഒരു ഭാഗം മാത്രം ട്രിം ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതെല്ലാം കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് എന്ന് കണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്പീഡിൻ്റെ പെർസെൻറ്റേജ് ഞാനൊന്ന് കുറച്ച് കൊടുക്കും. അതായത് ഒരുപാട് കുറയ്ക്കരുത്, എങ്കിൽ അത് വീഡിയോ ഭയങ്കരമായിട്ട് സ്ലോ ആയത് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു 90 95 ഒക്കെ സ്പീഡാക്കിയിട്ട് ചേഞ്ച് അങ്ങ് കൊടുക്കും. ചേഞ്ച് കൊടുക്കുമ്പോൾ എന്തൊരുന്നറിയോ, ഇതിൻ്റെ അവസാനത്തെ ഭാഗം ഉണ്ടല്ലോ, ഇതിവിടെ ഈ ഒരു ടൈം ലൈനിൽ അതേ കണക്ക് നിൽക്കുകയും ചെയ്യും. ഈ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ സ്ലോ മോഷൻ ആവുന്നതോടുകൂടി ഇനി അകത്തോട്ടങ്ങ് കട്ടായി പോകും. മനസ്സിലായോ? കുറച്ചിങ്ങോട്ട് കട്ടായി പോകും. അപ്പോൾ എന്ത് പറ്റും, ഈ തുമ്പിലുള്ള കുറേ ഭാഗം അങ്ങ് കട്ടായി പോകുന്നതോടുകൂടി നമ്മൾ വീഡിയോസിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം അങ്ങ് കട്ടായി പോയിക്കോളും. അപ്പോൾ ആ ഷേക്ക് നമ്മൾ അറിയില്ല. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് സ്പീഡിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനൊത്തി വർക്ക് സ്പീഡാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ. നിങ്ങൾക്കൂടി ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. കാരണം വെഡ്ഡിങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് കൂടുതലായിട്ട് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.